ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന കുഞ്ഞിപ്പത്തിരി കേട്ടോ. അപ്പം ഇത് വെച്ചാൽ മൂടേരും പച്ചരിയും കൂടി പൊടിപ്പിച്ചൊരു പൊടിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഇത് ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. ഈ കുഴച്ചത് ഞാൻ ഉമ്മാൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒരു കഷ്ണം കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്താക്കിയതിനു പിന്നെ കട്ടിൽ, അതുപോലെ പാവക്കുട്ടി, പിന്നെ കിടക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമല്ലോ. എന്നിട്ട് ഇതിങ്ങനെ ഒരു മൂടിച്ചം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം വെക്കുക, അത് കഴിഞ്ഞ് തട്ടിയും പിന്നെ വാഴേൻ്റെ ഇലയും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് ചെറിയ കുഞ്ഞു പത്തിലാക്കിയിട്ട് ഉരുട്ടണം കേട്ടോ. ഇങ്ങനെ ഇത് ഉരുട്ടണേ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയും കുത്തി തന്നെ ഉരുട്ടുകയാണ് ചെയ്യാനും. പണ്ടായിരുന്നു ഇത് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ. ഇതുപോലെ നിറച്ചു ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഉരുട്ടിയെടുത്ത് ഇത് നല്ലോണം ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതിനേക്കുള്ള മസാലക്കാണ് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒരു കറി പോലെ ഒരു കറി പോലെ ആക്കിയെടുക്കണം കേട്ടോ. അതിന് കുറച്ച് വെളിച്ചെണ്ണ പാരി അതിലേക്ക് പിന്നെ ഉലുവട്ട് കൊടുത്തിട്ട് അതിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, സവാള ചേർത്ത് കൊടുക്കുക, പിന്നെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് വേറെ ചേർക്കണമെന്നില്ല. ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി ഇതൊക്കെ ചേർത്ത് മസാല നല്ലോണം ഒന്ന് വഴറ്റി നല്ലോണം പച്ചമുളക് മാറുന്ന വരെ വഴറ്റി അതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കുക. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വിസിലടിച്ചെടുക്കുക. ഞങ്ങളിത് പണ്ട് കാലത്ത് ഞങ്ങളെ ഫേവറേറ്റ് ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. ഈ കുഞ്ഞിപ്പത്തിരി കിട്ടുമ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് പോയിട്ട് കട്ടിൽ, അതുപോലെ തന്നെ പാവാക്കുട്ടിയൊക്കെ ഉണ്ടാക്കും. അതൊരു നോസ്റ്റാൾജിക് ഫീൽ അങ്ങനെ. അത് കോഴി വെന്തിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. പിന്നെ ഇതാണ് ഗ്രേവി. അങ്ങനെ ഈ ഗ്രേവിയിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ ഞങ്ങൾ മൂടിച്ചെമ്പ് എന്നാ പറയുക, ആ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ ഗ്രേവി അതിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രേവിയിലേക്ക് എന്ത് ചെയ്യണം, ഈ കുഞ്ഞിപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കുഞ്ഞിപ്പത്തിലില്ലേ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഗ്രേവിയിൽ നിന്ന് കുറുക്കി വരണം. അപ്പോൾ നല്ലോണം കുറുകിയെടുക്കുക കേട്ടോ. അങ്ങനെ നല്ലോണം കുറുക്കി വഴറ്റിയിട്ട് എടുക്കണം. പിന്നെ ഞങ്ങളൊക്കെ സ്കൂൾ പോയി വരുന്ന സമയത്താണ് ഉമ്മ ഇത് ഉണ്ടാക്കി വെക്കുക. ചായക്ക് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അന്ന് ചിക്കനൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സമയമല്ലേ, സുലഭം എന്ന് പറയട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സമയമല്ല, സുലഭമല്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സമയം. അങ്ങനെ ഇത് വഴറ്റി കുറുക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് ഇത് മാറ്റി പ്ലേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ട്രൈ ചെയ്തു നോക്കുക. താങ്ക് യു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.